ജനപ്രതിനിധികൾ മറ്റെല്ലാവർക്കും പാലത്തിൽ കൂടെ ജനങ്ങൾക്ക് നടക്കാനും ഇങ്ങനെ പ്രവർത്തിച്ച എല്ലാ ആളുകളെയും വാർത്താമലയാളം ന്യൂസിലേക്ക് ചേർപ്പുങ്കൽ സമാന്തര പാലം യാഥാർത്ഥ്യമാവുകയാണ്. ചേർപ്പുങ്കൽ ഗ്രാമനിവാസികളുടെ ചിരകാല സ്വപ്നമാണ് പൂവണിയുന്നത്. വിശകലനങ്ങളിലേക്കും പ്രതികരണങ്ങളിലേക്കും മാർസ്ലീവ മെഡിസിറ്റിയെ സംബന്ധിച്ച് പുതിയതായിട്ട് നിർമ്മിക്കപ്പെട്ട ഈ പാലം വളരെയധികം ഉപയോഗപ്രദവും സൗകര്യപ്രദവുമാണ്. ഞങ്ങൾ ഏറെ നാളുകളായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഈ പുതിയ പാലത്തിൻ്റെ പണി പൂർത്തിയായി എത്രയും പെട്ടെന്ന് അത് പൊതുജനങ്ങൾക്കായി തുറന്നു കിട്ടണമെന്നുള്ളത്. കാരണം ദിവസേന ആയിരക്കണക്കിന് ആളുകൾ ഈ വഴിയിലൂടെ മെഡിസിറ്റിയിലേക്കും അതുപോലെ വലിയ തീർത്ഥാടന കേന്ദ്രമായ ചേർപ്പങ്കൽ മാർസ്ലീവ ഫൊറോന പള്ളിയിലേക്കും അതുപോലെ ഹയർ സെക്കൻഡറി സ്കൂൾ, ഹൈസ്കൂൾ, കോളേജ് അങ്ങനെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും ആയിരക്കണക്കിന് രോഗികളും രോഗികളെ കാണാൻ വരുന്നവരുമൊക്കെയായി പൊതുജനങ്ങൾ ധാരാളമായിട്ട് യാത്ര ചെയ്യുന്ന ഈ വഴിയിൽ പഴയ പാലം വളരെ അപര്യാപ്തമായിരുന്നു. മെഡിസിറ്റിയെ സംബന്ധിച്ച് ചിന്തിക്കുകയാണെങ്കിൽ മെഡിസിറ്റിക്ക് ഇത് വലിയ സഹായകമാണ്. പ്രത്യേകിച്ച് അത്യാഹിത വിഭാഗത്തിൽപ്പെട്ട രോഗികളുമായിട്ട്, പ്രത്യേകിച്ച് റോഡ് അപകടങ്ങളിൽപ്പെടുന്നവരെ വളരെ വേഗത്തിൽ ആംബുലൻസ് എത്തിക്കുമ്പോൾ ഈ പാലം വരുമ്പോൾ ആ വേഗം എത്തിക്കുന്ന കാര്യം പലപ്പോഴും ബുദ്ധിമുട്ട് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആംബുലൻസിനും മറ്റ് ആളുകൾക്കുമൊക്കെ ആശുപത്രിയിലെത്താനും ഇവിടെ വരുന്നവർക്ക് തിരികെ പോകാനും വലിയ സഹായകമാണ്. അതുപോലെ സ്റ്റാഫിനെ സംബന്ധിച്ചും പലപ്പോഴും കറക്റ്റ് സമയത്ത് ഡ്യൂട്ടിക്ക് എത്തുന്നതിന് ഈ പാലത്തിൻ്റെ അപര്യാപ്തത പലപ്പോഴും തടസ്സമായിരുന്നു. അതൊക്കെ മാറി ഒരു ജനതയുടെ ആശയാഭിലാഷങ്ങളുടെ പൂർത്തീകരണമാണ് ഇന്ന് ചേർപ്പക പാലത്തിൻ്റെ ഉദ്ഘാടനത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്. ദശാബ്ദങ്ങളായിട്ട് ആകാംക്ഷയോടെ കാത്തിരുന്ന സുദിനത്തിൽ ഈ പാലത്തിന് പിന്നണി പ്രവർത്തിച്ച എല്ലാ ആളുകളെയും സ്മരിക്കുകയും നാട്ടുകാരൻ എന്ന നിലയിൽ അവരെ അഭിനന്ദിക്കുകയും കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഒരു സന്ദിഗ്ധ ഘട്ടത്തിൽ പാലം പണി തന്നെ അവതാളത്തിലായ ഒരു ദശാശ്രദ്ധയിൽ നിയമക്കുരുക്കളിൽപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയാതിരുന്നൊരവസരത്തിൽ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെടുവാനും ഏതാണ്ട് 7ഓളം കേസുകൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമായി നടത്തുന്നതിൽ പങ്കുവഹിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഒന്നാം പിണറായി സർക്കാരിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന ജി സുധാകരനെ സ്മരിക്കാതിരിക്കുവാൻ എനിക്ക് കഴിയുകയില്ല. കാരണം ഈ അദ്ദേഹം നടത്തിയ നിർണായകമായ ഇടപെടലുകളാണ് ഈ കേസിനോട് ബന്ധപ്പെട്ട ഈ പാലത്തിനോട് ബന്ധപ്പെട്ട കേസുകളിൽ നിർണായകമായ വഴിത്തിരിവായി തീർന്നത്. ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് ചേർപ്പുങ്കൽ സമാന്തര പാലം നാടിന് സമർപ്പിച്ചു. ചേർപ്പുങ്കൽ ഗ്രാമനിവാസികളെല്ലാം ആഹ്ലാദ തിമിർപ്പിലാണ്. ഇത് ചേർപ്പുങ്കലിന്റെ ഗതാഗത കുരുക്കിന് ഒരു പരിഹാരമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് വാർത്താമലയാളം ന്യൂസിന് വേണ്ടി ചേർപ്പുങ്കലിൽ നിന്നും റെൻസോയ് ജോസ്. കൂടുതൽ വാർത്തകൾക്കായി വാർത്താമലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.